നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. സ്ത്രീകളെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ കുടുംബശ്രീ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞതായി പി സുമോദ് MLA. ബഹുമുഖ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കുടുംബശ്രീ പ്രസ്ഥാനം നാടിന് തന്നെ മാതൃകയാണെന്നും പി സുമോദ്. പാലക്കുഴിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിൽ. പാലക്കുഴി മിനി ജലവൈദ്യുത പദ്ധതിയുടെ ട്രയൽ റൺ നടന്നു. ഡിജിറ്റൽ അറസ്റ്റിലൂടെ 45 ലക്ഷം തട്ടിയ കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. മഹാരാഷ്ട്ര സ്വദേശി സുനിൽ കുമാർ ദുബെയെയാണ് പാലക്കാട് സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. സ്ത്രീകളെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ കുടുംബശ്രീ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞതായി പി സുമോദ് MLA. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷിക ജനറൽ ബോഡി യോഗവും SLC+2 വിജയികൾക്കുള്ള അനുമോദനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു വനിതാ മൂവ്മെന്റ് കുടുംബശ്രീക്ക് മാറാൻ സാധിക്കും. അത്രമേൽ സഹോദരിമാർ അവരുടെ കഴിവുകൾ വിനിയോഗിക്കും. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വപരമായ പദവി നിർവഹിക്കുന്ന ഒരു സംഘടന കേരളത്തിൽ വേറെയുണ്ട്. ഇതിന് ആത്യന്തികമായ ലക്ഷ്യം എന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. എന്താണ് കുടുംബശ്രീയുടെ ലക്ഷ്യം? അത് 90കളിൽ ഉണ്ടായിരുന്ന നായനാർ ഗവൺമെന്റിന്റെ കാലത്ത് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. എന്നാൽ പുതിയ കാലത്ത് സ്വയം പര്യാപ്തതയുടെ, സമ്പാദ്യശീലത്തിൻ്റെ, ശാക്തീകരണത്തിൻ്റെ, അതോടൊപ്പം തന്നെ നേതൃത്വ പാഠവത്തിൻ്റെ ഒക്കെ തന്നെ ബഹുമുഖ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് ഈ പഞ്ചായത്തിലും എല്ലാ പഞ്ചായത്തിലും കുടുംബശ്രീക്ക് മാറാൻ സാധിക്കുന്നത്. ഈ പഞ്ചായത്താണ് കുറച്ച് വലിയ പഞ്ചായത്ത്. ബഹുമുഖ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കുടുംബശ്രീ പ്രസ്ഥാനം നാടിന് തന്നെ മാതൃകയാണെന്നും പി സുമോദ് പറഞ്ഞു. ചടങ്ങിൽ അമ്പിളി മോഹൻദാസ് അധ്യക്ഷയായി. AP മിനി, A ഷംസുദ്ദീൻ, ഇന്ദിരാചന്ദ്രൻ, PK ഉമ്മർ ഫാറൂഖ് എന്നിവർ സംസാരിച്ചു. പാലക്കുഴി മിനി ജലവൈദ്യുത പദ്ധതിയിൽ വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ ട്രയൽ റൺ നടന്നു. കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ പാലക്കുഴിയിൽ തിണ്ടിലം വെള്ളച്ചാട്ടം ഉപയോഗിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം പൂർത്തിയായി. പാലക്കുഴിയിലെ തിണ്ടിലം വെള്ളച്ചാട്ടത്തിന് കുറുകെ ഡാം കെട്ടി വെള്ളം സംഭരിച്ച് പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ വെള്ളം എത്തിച്ച് കൊന്നക്കൽ കടവിൽ സ്ഥാപിച്ചിട്ടുള്ള പവർ ഹൗസിൽ എത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ വെള്ളം എത്തിച്ച് ടർബൈൻ പ്രവർത്തിച്ച് നോക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിനായി സ്ഥാപിച്ച യന്ത്ര സാമഗ്രികളെല്ലാം പ്രവർത്തനക്ഷമമാക്കിയതിന് ശേഷം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതിന് മുന്നോടിയായി തുടർച്ചയായി 72 മണിക്കൂർ പരീക്ഷണ പ്രവർത്തനം നടത്തും. ഓഗസ്റ്റ് മാസത്തിൽ വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങി KSEBക്ക് കൈമാറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ജില്ലാ പഞ്ചായത്തിന് കീഴിലെ പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനിയുടെ രണ്ടാമത്തെ പദ്ധതിയാണിത്. മീൻവല്ലമാണ് ആദ്യ പദ്ധതി. പ്രതിവർഷം 37.8 ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 15 കോടിയോളം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ അറസ്റ്റിലൂടെ 45 ലക്ഷം രൂപ തട്ടിയ കേസിലെ മുഖ്യപ്രതി പിടിയിൽ. മഹാരാഷ്ട്ര സ്വദേശി സുനിൽ കുമാർ ദുബെയെ ആണ് പാലക്കാട് സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായ മഹാരാഷ്ട്ര സ്വദേശി സുനിൽ കുമാർ ദുബെയെ പാലക്കാട് സൈബർ ക്രൈം പോലീസ് ഉത്തർപ്രദേശിൽ നിന്നുമാണ് സാഹസികമായി പിടികൂടിയത്. 29 വയസ്സുകാരനാണ്. യുവതിയെ ഡിജിറ്റൽ അറസ്റ്റിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തി 45 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. 2023 ഓഗസ്റ്റിൽ ഹൈദരാബാദിലെ IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന പാലക്കാട് സ്വദേശിനിയായ 23-കാരിയെ ഫെഡെക്സ് കൊറിയർ ഉദ്യോഗസ്ഥരെന്ന വ്യാജേന ബന്ധപ്പെട്ട സംഘം അവരുടെ പേരിൽ മുംബൈയിൽ നിന്നും തായ്വാനിലേക്ക് അയച്ച പാഴ്സലിൽ MDMA, കഞ്ചാവ്, വ്യാജ പാസ്പോർട്ടുകൾ എന്നിവ കണ്ടെത്തിയതായി പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. തുടർന്ന് മുംബൈ നർക്കോട്ടിക്സ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേന വീഡിയോ കോൾ നടത്തി ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തതായി
വിശ്വസിപ്പിച്ച ശേഷം ബാങ്ക് വിവരങ്ങൾ കൈപ്പറ്റി 45 ലക്ഷത്തോളം രൂപ വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയായിരുന്നു. പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തിയ പാലക്കാട് സൈബർ ക്രൈം പോലീസ് നേരത്തെ 3 തമിഴ്നാട് സ്വദേശികളെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പിൻ്റെ മുഖ്യ സൂത്രധാരൻ സുനിൽ കുമാർ ദുബെയാണെന്ന് കണ്ടെത്തിയത്. ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഉത്തർപ്രദേശിലെ ഉൾഗ്രാമത്തിൽ നിന്നും പ്രാദേശിക എതിർപ്പുകൾ മറികടന്നാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ പാലക്കാട് CJM കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ 14 സംസ്ഥാനങ്ങളിലായി 40 പരാതികൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. KSRTC ജീവനക്കാരുടെ സേവന വേതന കരാറിലെ വ്യവസ്ഥകൾ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CITUവിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. P. പ്രതീഷ് അധ്യക്ഷനായി. CITU സംസ്ഥാന സെക്രട്ടറി KK ദിവാകരൻ, V. മുരുകൻ, C. കൃഷ്ണകുമാർ, P. ഉണ്ണികൃഷ്ണൻ, P. സതീശൻ, MC. കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. ആലത്തൂരിൽ മാല പൊട്ടിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട പിടിയിലായ പ്രതി ഒളിവിൽ പോയി. 28 വർഷത്തിന് ശേഷം പിടിയിൽ. മാല പൊട്ടിക്കൽ കേസിൽ കോടതി ശിക്ഷിച്ച ശേഷം 28 വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ആലത്തൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ആലത്തൂർ തെന്നിലാപുരം തെക്കേക്കളം വീട്ടിൽ രാജൻ എന്ന മണികണ്ഠനാണ് പിടിയിലായത്. 1998 ജൂലൈ 27 തെന്നിലാപുരത്ത് ഒരു വീട്ടമ്മയുടെ കഴുത്തിൽ നിന്നും വീട്ടമ്മയുടെ കണ്ണ് അടച്ചു പിടിച്ച ശേഷം ഏകദേശം 7000 രൂപ വില വരുന്ന മാല പൊട്ടിച്ച കേസിൽ ആലത്തൂർ JFCM 1 കോടതി ഇയാളെ ശിക്ഷിച്ചിരുന്നു. തുടർന്ന് ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോവുകയായിരുന്നു. ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പ്രതി പേരും സ്ഥലവും മാറ്റി തൃശ്ശൂർ, എറണാകുളം തുടങ്ങിയ ഭാഗങ്ങളിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഒടുവിൽ വർഷങ്ങൾക്കു ശേഷം കിട്ടിയ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ ആലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ആലത്തൂർ SI സോണി മത്തായി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശ്രീജിത്ത്, പോലീസ് ഓഫീസർമാരായ മിഥുൻ, ലിജീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പാലക്കാട് നഗരമധ്യത്തിന് സമീപം കഞ്ചാവ് ചെടി കണ്ടെത്തി. നഗരത്തിലെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നട്ടുവളർത്തിയ നിലയിലാണ് കഞ്ചാവ് ചെടി കണ്ടത്. 4 മീറ്ററോളം ഉയരമുള്ള 3 മാസത്തിൽ കൂടുതൽ പ്രായമുള്ള ചെടിയാണ് കണ്ടെത്തിയത്. പൂർണ്ണ വളർച്ചയെത്തിയ ചെടിയിൽ നിന്നും കഞ്ചാവ് ഉപയോഗിച്ചു വരുന്നുണ്ടെന്നാണ് വിവരം. കഞ്ചാവ് ചെടി എക്സൈസ് വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. എക്സൈസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട്. വടക്കഞ്ചേരി മോർ ഇവാനിയൻ കോളേജിൻ്റെ ബിരുദദാന ചടങ്ങ് നടന്നു. മൂവാറ്റുപുഴ ബിഷപ്പ് ഡോക്ടർ യൂഹാനോൻ മാർ തെയോഡോഷ്യസ് ബിരുദദാന ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് ഡയറക്ടർ ഫാദർ ജസ്വിൻ അറയ്ക്കാമ്യാലിൻ, പ്രിൻസിപ്പാൾ ഡോക്ടർ PO ജെൻസൺ, KC സരിത, അനുശ്രീ, UK സുമീത എന്നിവർ സംസാരിച്ചു.